എന്താ എന്റെ കഥ? ഇത് എന്ന് തുടങ്ങിയത്? അത് വെറുതെ അല്ലായിരുന്നു വിട്ടേച്ച് പോയി. ഇന്നലൊക്കെ നീ വന്നതിന്റെ കോലം എന്താടു? ഒന്നിക്ക് മാനായിട്ട് കുടിക്കുക, അല്ലെ കുടി നിർത്തുക. നമ്മുടെ നാട്ടില് ബാക്കിയുള്ളവർക്ക് ഇറങ്ങി നടക്കണം. ആളെ കൊണ്ട് പറയിപ്പിക്കാൻ കുറെ ഇറങ്ങിക്കോളും. മാഷെ മാഷെ കണ്ട നന്നായി. എന്തേ സുനിയെ, സുഖല്ലേ? അത്ര നല്ല സുഖമൊന്നുമില്ല മാഷെ. എന്തേ സുനിയെ? അങ്ങനെയാണ് അവസ്ഥ. ആ സുരേന്റെ കാര്യം പഴയതിനേക്കാളും കഷ്ടാപ്പം. ഭാര്യ ഇട്ടേച്ചു പോയി. ഇപ്പൊ രാവിലെ തുടങ്ങും അടിക്കാൻ തന്നെ. മാഷെ, നിങ്ങളെ മാത്രമേ അവന് പേടിയുള്ളൂ. മാഷെ ഒന്നും അവന് ഉപദേശിച്ചിട്ട് നന്നാക്കി എടുക്കണം. ഒന്നുകിലും വള്ളടി നിർത്തുക, അല്ലെങ്കിൽ എവിടെയും ആളെ കൊണ്ട് പറയിപ്പിക്കാണ്ട് മര്യാദയ്ക്ക് രണ്ടെണ്ണം വിട്ട് കിടക്കുക. ഇത് രണ്ടും മാഷ് ചെയ്ത് തന്നേ പറ്റുള്ളൂ. അത് ഞാൻ ഏറ്റ്. ഇന്നത്തോടു കൂടി ഒന്നെങ്കിലും ഓന്റെ കള്ളൂടെ നിർത്തിക്കും, അല്ലെങ്കിലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് എങ്ങനെ മാന്യമായിട്ട് കള്ളുടിക്കണം ഓനെ പഠിപ്പിക്കും. ഇന്നോടെ കളി. അത് മതി. ഞാനൊന്ന് ബാങ്കിൽ പോയി തരാം. അവൻ വീട്ടിലിരിക്കുന്നു മാഷെ. മാഷ് ഇപ്പൊ എന്നെ കണ്ട് സംസാരിച്ചിട്ടാ. എന്നോടാ അല്ല സുരേ, എന്താ ചായയോടൊന്നും കഴിഞ്ഞില്ലേ? മാഷ കേറി കേറി മാഷ. എന്തൊക്കെയാ സുരേ എന്റെ കഥ? എന്ത് കഥാണ്? എന്താടോ ചായ അല്ലേ ഇത്? മാഷെ ഒന്നും വിചാരിക്കരുത്, ഞാൻ ഇപ്പൊ ചായയോടി നിർത്തി. ഇത് മറ്റേതാ. മറ്റേതോ? എന്താ മത്തി? അല്ലടോ, മത്തി എന്താ ചോട്ടും പാത്രത്തില്? അത് മാഷേ ഇപ്പൊ പഴയ മാതിരി അല്ല ബീവറേജ്. കുപ്പി കൊടുത്താ പൈസ കിട്ടും. അപ്പൊ ഞാനേ ഈ ചോറ്റും പാത്രമായിട്ട് പോകും. എന്നിട്ട് മദ്യം അവിടുന്ന് വാങ്ങും, അത് ഇതിലൊഴിക്കും, കുപ്പി അപ്പ തന്നെ ആയിട്ട് കൊടുക്കും, പൈസയും വാങ്ങിയിട്ട് പോരും. ആ പാടുള്ളൊരു വരുമാനം അതാ. ആള് തിരക്കില്ലല്ലോ സുര. എടാ സുര, ഞാൻ എന്നെ ഉപദേശിക്കാന്ന് കരുതണ്ട. ഈ ഇങ്ങനെ കള്ളും കൂടി ചേർന്നിട്ടല്ലേ എന്റെ ഭാര്യ എന്നെ വിട്ടുപോയത്. ഒന്നെങ്കിൽ ഈ കള്ളൂടി നിർത്തുക, അല്ലെങ്കിൽ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് മര്യാദക്ക് രണ്ടെണ്ണൊക്കെ വിട്ട് വീട്ടിൽ കുത്തിരിക്കുക. ഈ കേക്കണ്ട പറയുന്നത്? മാഷേ കേക്കണ്ട്. അല്ല മാഷേ, ഇതിലും മാന്യായിട്ട് ഇനി എങ്ങനെയാ ഞാൻ കുടിക്കുക? ഇതിപ്പോ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടല്ലേ ഞാൻ കുടിക്കണേ. എടാ, എല്ലാത്തിനും ഒരു സയൻസ് ഉണ്ട്. അത് ഈ കള്ളുടിക്കും ബാധക. നമ്മൾ ആ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം അടിച്ച പോലും ആർക്കും മനസ്സിലാവൂല, മണം പോലും ഉണ്ടാവൂല. എന്റെ ഭാര്യ നിനക്ക് അറിയില്ലേ, സുഭദ്ര ടീച്ചർ. ഇന്നേ അവരോളെന്നെ പിടിച്ചിട്ടുണ്ടോ? എന്താ എന്റെ കുട്ടൻസ്? വെള്ളടീന്റെ സയൻസ് അത് പഠിക്കണം. അല്ലേ? പക്ഷെ എന്നാ അതൊന്നും ഇനി ഒന്ന് പഠിപ്പിച്ച്. എനിക്ക് അങ്ങനെ കുടിക്കാൻ കഴിയണില്ല. ആദ്യം എന്റെ സാധനം അടിക്ക്, എന്നിട്ട് ഞാൻ തുടക്കം പോലെ പഠിപ്പിച്ചുതരാം. ഇത് ഞാൻ കുടിക്കാം. ആയിക്കോട്ടെ. ഇനി മാഷ് കുടിക്ക്. നമ്മൾ എപ്പോഴും ഒഴിക്കുമ്പോ 60 ഒഴിക്കരുത്, 30 കുഞ്ഞി ഒഴിക്കാവും. എന്താ ഇതിലേക്ക് നമ്മൾ കുഞ്ഞി വെള്ളം ഒഴിക്കുക, കുഞ്ഞി ഒഴിക്കാവും. മനസ്സിലായോ? ഇതെന്തിനാണെന്നറിയോ? നമ്മുടെ രാവിലെ രാസകുമിളകൾക്ക് സ്ഫോടനം ആദ്യം നമ്മൾ കൊടുക്കണം. ഇത് നമ്മള് ടച്ചപ്പ് കഴിക്കാൻ പാടില്ല. ആദ്യം ടച്ചപ്പ് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പ്രദേശം പഠിച്ചു. സംഭവം ആരും അറിയില്ലടാ. നമ്മളെ ഞാൻ പഠിച്ചു. മണം പോലും കിട്ടൂല.
മദ്യപിച്ച് നിന്റെ സുഭത ഇവരൊക്കെ പിടിച്ചില്ല. പിന്നെ ഇങ്ങനെ അടിച്ച ആരും പിടിക്കൂലെന്ന്. പിടിക്കൂല. മാഷേ മാഷേ എന്താണ് മാഷേ സുരേ, ആ ഇനി സുരനെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നെ കള്ളുപിടിക്കണെന്ന് പറഞ്ഞു കൊടുത്താ. സുരേ, സുര വന്നിട്ടാ. സുരേ സുര നമ്മളെ മുട്ടാട്ടത്. സുരേ ഇതിപ്പോ പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്ത് എന്ന് പറഞ്ഞ മതിയല്ല.